മന്ത്രി എം.പി. രാജേഷിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ബാർകോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എക്സൈസ് മന്ത്രിയുടെ നന്ദൻകോടുള്ള ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും പ്രതിഷേധവും നടക്കുന്നത്. നോട്ടെണ്ണൽ യന്ത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി മന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയത്. എം.പി. വിവരങ്ങളുമായി ചേരുകയാണ് അമൽ തേനമ്പറമ്പൻ വഴുതക്കാട് നിന്നുകൊണ്ട്. അമൽ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മന്ത്രി എം.പി. രാജേഷിന്റെ നന്ദൻകോടിലെ വീടിന് മുന്നിലേക്ക് എത്തുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം? ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് പ്രതിപക്ഷം. അതിന്റെ ആദ്യപടി എന്നാണ് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. നന്ദൻകോടുള്ള മന്ത്രി എം.പി. രാജേഷിന്റെ വസതിയിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. മന്ത്രിയുടെ വീടിന് ഏകദേശം 200 മീറ്റർ മുമ്പ് വെച്ച് തന്നെ മാർച്ച് തടഞ്ഞു. നോട്ടെണ്ണൽ യന്ത്രവുമായിരുന്നു പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോഴും പ്രവർത്തകർ മന്ത്രിയുടെ വീടിന് സമീപത്തായുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതുവഴിയുള്ള വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ബാർക്കോഴ വിഷയം ഉയർത്തി വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് യു.ഡി.എഫിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം തീരുമാനം. ഇതുവരെയും അത്തരത്തിലൊരു സമരം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നതിനിടെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ആദ്യ സമരവുമായി എത്തുന്നത്. അതോടൊപ്പം തന്നെ നിയമസഭാ സമ്മേളനം വരാനിരിക്കുകയാണ്. അതുവരെയും ഈ വിഷയത്തെ സജീവമാക്കി നിർത്തുക, അതിനുശേഷം സഭയിലേക്ക് വിഷയത്തെ എത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി. അതുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും മഹിളാ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ, പോഷക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങിയാൽ ആദ്യ ദിവസം ഈ വിഷയം സഭയിൽ ഉന്നയിക്കും. അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ നിയമസഭാ മാർച്ച് അടക്കം യു.ഡി.എഫ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് ഈ വിഷയത്തെ യു.ഡി.എഫ് കൈകാര്യം ചെയ്യുന്നത്. ഗൗരവമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയത്തെ സജീവമാക്കി നിർത്തിയാൽ അത് ഗുണകരമാകും എന്നുള്ളതാണ് യു.ഡി.എഫും കോൺഗ്രസും കണക്കുകൂട്ടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധ പരിപാടി. മധു.